വിജയസാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ചർച്ച സജീവമാക്കി ബി.ജെ.പി. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ, കഴക്കൂട്ടത്ത് വി. മുരളീധരൻ എന്നിവർ സ്ഥാനാർത്ഥികളാകും. തൃശൂരിൽ എം.ടി. രമേശിനെയും കോന്നിയിൽ കെ. സുരേന്ദ്രനെയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെയും പരിഗണിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കിൽ ബി.ജെ.പി. ഒന്നാം സ്ഥാനത്തെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായി. നേമം രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവ് പത്മജ വേണുഗോപാൽ, കഴക്കൂട്ടം വി. മുരളീധരൻ, ആറ്റിങ്ങൽ പി. സുധീർ, കാട്ടാക്കട പി. കെ. കൃഷ്ണദാസ്, തൃശൂർ എം.ടി. രമേശ്, ഇരിങ്ങാലക്കുട സന്തോഷ് എരങ്ങല്ലൂർ, നാട്ടിക രേണു സുരേഷ്, മണലൂർ എ.എൻ. രാധാകൃഷ്ണൻ അല്ലെങ്കിൽ കെ. സുരേന്ദ്രൻ, പുതുക്കാട് ശോഭാ സുരേന്ദ്രൻ, ഒല്ലൂര് ബി. ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പരിഗണനയിൽ. മറ്റ് എ ക്ലാസ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ കൃഷ്ണകുമാർ, കോവളം എസ്. സുരേഷ്, കോന്നി കെ. സുരേന്ദ്രൻ, ആറന്മുള കുമ്മനം രാജശേഖരൻ, തിരുവല്ല അനൂപ് ആന്റണി, പൂഞ്ഞാർ ഷോൺ ജോർജ്, കായംകുളം ശോഭാ സുരേന്ദ്രൻ, അമ്പലപ്പുഴ സന്ദീപ് വാചസ്പതി, തൃപ്പൂണിത്തറ പി. ശ്യാംരാജ്, ചെങ്ങന്നൂർ മനു പ്രസാദ്, പാലക്കാട് പ്രശാന്ത് ശിവൻ, മലമ്പുഴ സി. കൃഷ്ണകുമാർ, മഞ്ചേശ്വരം എം.എൽ. അശ്വിനി, കോഴിക്കോട് നോർത്ത് പ്രകാശ് ബാബു എന്നിവരും പരിഗണിക്കപ്പെടും. അന്തിമ പട്ടിക തയ്യാറായാൽ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ പ്രവർത്തനം സജീവമാക്കും. ഇതിനകം മണ്ഡലങ്ങളിൽ സജീവമായ നേതാക്കളും പാർട്ടിയിലുണ്ട്. വി. എസ്. രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.